തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി ഒരുങ്ങി തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഹായ്, ഞാൻ സുധാ മഴമേഘം. നമ്മൾക്ക് ഓണക്കാലമായല്ലോ. അപ്പം നമ്മൾക്ക് ഓണസദ്യക്ക് മെയിനായിട്ട് എന്താ ആവശ്യമുള്ളത്? അവിയൽ. അപ്പം നമ്മൾക്ക് ഇന്ന് അവിയലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾക്ക് അവിയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? കുമ്പളങ്ങ ഒരു കഷ്ണം, ചേന ഒരു കഷ്ണം, മുരിങ്ങക്കായ, പച്ചപ്പയർ, കൊത്തമര, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, ചിരകിയ തേങ്ങ, ജീരകം, തൈര്, കല്ലുപ്പ്. അപ്പം നമ്മൾക്ക് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾക്കിനി അടുത്തതായിട്ട് ഈ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. അവിയലിന് ഇതുപോലെ അരിഞ്ഞാൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അവിയൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പാകവും ആയിട്ടുണ്ട്. അഥവാ കുറച്ച് കൂടുതൽ വെള്ളം ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്കത് ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾക്കിതിലേക്ക് നാളികേരവും പച്ചമുളകും ജീരകവും ഇത് മൂന്നും കൂടി അരച്ചതാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. ആ മുളകും ഉപ്പും എല്ലാം അതിൽ പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ അവിയലിന് എന്താണ് പ്രാധാന്യമുള്ളത്? ഈ തൈരാണ്. തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പുളിപ്പുള്ള തൈരാണ്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, ഉപ്പും പച്ചമുളകും ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾക്കിതിൽ കറിവേപ്പിലയും ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ അവിയൽ ഉഷാർ.
അപ്പം നമ്മുടെ അവിയൽ എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് കണ്ടില്ലേ. അപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാ കറികളും കൂട്ടി ഓണസദ്യ കഴിക്കുക. അപ്പം നമ്മുടെ ഇവിടെ എല്ലാം സിമ്പിളാണ്.